മോനെ ദിനേശ, എടാ കഥകൊന്ന് തുറന്നേ. ഉപദേശിക്കാനോ ശല്യപ്പെടുത്താനോ അല്ല, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഒന്ന് വരുമോ? വരുന്ന വഴിക്ക് നമ്മുടെ ഗംഗാധര മാഷിനെ കണ്ടിരുന്നു. ശോഭയുടെ കാര്യം അയാൾ എന്നോട് പറഞ്ഞു. ആ കാര്യത്തിൽ നീ ഒരു തീരുമാനം പറയാത്തത് കൊണ്ട് അയാൾക്ക് എന്തോ ഒരു വിഷമം പോലെ. നിന്റെ സ്നേഹം വേണ്ടാന്ന് വെച്ച് പോയ ഒരുത്തിയെ ആലോചിച്ചു. എന്തിനാ മോനെ നിന്റെ ജീവിതം ഹോമിക്കുന്നത്? ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. എന്തിനാടാ നീ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത്? ജീവനായി കണ്ടവൻ നെഞ്ചു കീറി മുറിച്ചിട്ട ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. അതിനുശേഷം ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് പേടിയ. അച്ഛനോട് പോലും ഞാൻ കാര്യം അച്ഛനും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. ശോഭയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ആ നിമിഷം മുതൽ അവളും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. ആ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛ. നീ ഈശ്വരനെ വിശ്വസിക്കുക. ദൈവം ഒരാളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. പോയതിനേക്കാൾ മനോഹരമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അച്ഛനെ നഷ്ടപ്പെടുമെന്ന് കരുതി നീ അച്ഛനെ സ്നേഹിക്കാതിരിക്കരുത്. തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്. ഗംഗാധരൻ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. നീ ഒരു തീരുമാനം അറിയിക്കാത്തത് കൊണ്ട് അയാൾ ശോഭയ്ക്ക് വേണ്ടി ചില ആലോചനകൾ നോക്കുന്നുണ്ട്. പക്ഷേ ശോഭയ്ക്കതറിയില്ല. നാളെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. എന്തായാലും ഉചിതമായ ഒരു തീരുമാനം നീ എടു. എന്തിനും അച്ഛൻ നിന്റെ കൂടെയുണ്ട്.